ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പാനിഷ് ഓംലേറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാവുമ്പോൾ അതിലേക്ക് കനം കുറഞ്ഞരിഞ്ഞ ഉരുളക്കിഴങ്ങും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അതോടെ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാനിപ്പോൾ ഒരു 4 മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഈ മുട്ടയുടെ കൂട്ടൊഴിച്ച് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു ഭാഗം വേവിച്ചെടുക്കുക. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് മറു സൈഡും കൂടി മുരിയിച്ചെടുക്കുക. അധികം കരിഞ്ഞൊന്നും പോകണ്ട. ഇതിലേക്ക് ഞാനൊരു നുള്ള് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. 2 സൈഡും മുരിയിച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീ പെട്ടെന്ന് കൂട്ടി വെച്ചത് കരിഞ്ഞു പോവും. ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ചെറിയ തീയിലത് 2 സൈഡും ഒരിയിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ.